സുഹൃത്തുക്കളെ, ഇന്ന് മലയാളം 1-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം വൃശ്ചിക മലയാളം 1-ാം തീയതിയാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് റീലാക്കി ഇടുന്നത്. അപ്പൊ ഇന്ന് ധനു 1-ആയി. അപ്പൊ എന്റെ ഒരു ആഗ്രഹം, ഒരു ചെറിയ വഞ്ചി ഇരിപ്പുണ്ട്, അതൊന്ന് പൊട്ടിച്ചിട്ട് ഒരു 5 പേർക്കെങ്കിൽ 5 പേർക്ക് 10 പേർക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഉച്ചക്കടുത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണം എനിക്കൊരു ആഗ്രഹം. എനിക്കില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനും മാസം ആശുപത്രിയിലൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്റെ ഒരു ആഗ്രഹം ഒരു 10 പേർക്ക് ആഹാരം കൊടുക്കണമെന്ന്. അപ്പം ഞാൻ അത് ചെയ്യുന്ന കാര്യങ്ങളും അത് കൊണ്ടുപോകുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ആദ്യമേ ആ വഞ്ചി എടുത്തിട്ട് പൊട്ടിക്കുന്ന കാണിക്കാം. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാൻ പോകുന്നതും എടുക്കുന്നതും എല്ലാം. ഓക്കെ, കണ്ടോ? ഒരുപാട് പൊട്ടിക്കാൻ നോക്കത്തില്ല കേട്ടോ, പൈസ വല്ല കീറി പോയാലും. നമുക്ക് എണ്ണിയിട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് 2170 രൂപയുണ്ട്. നമുക്കിത് കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. പോയി ഇച്ചിരി ചിക്കനും വാങ്ങിച്ച് ബിരിയാണിക്ക് വേണ്ട സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി 12-1 മണിയാകുമ്പോഴത്തേക്ക് ആർക്കെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കണം. ഓക്കെ, അപ്പൊ സാധനം വാങ്ങിക്കാൻ പോവാ. ഇനി ആ വീഡിയോ ഇല്ല, ഇതെല്ലാം ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് കാണിച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. എന്നുവെച്ചാൽ എനിക്ക് സ്പീഡപ്പ് ഇരുന്ന പറ്റും. 2170 രൂപയുണ്ട്. ഓക്കെ, സാധനം എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. ഉള്ളിയൊക്കെ എരിഞ്ഞു വെച്ചു. ബാക്കിയെല്ലാം ചിക്കൻ കറിക്കുള്ള സാധനം എല്ലാം റെഡിയാക്കി. അരി കഴുകി വെച്ചു, ചിക്കൻ കഴുകി വെച്ചു, എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്തിട്ട് പൊതി കെട്ടി കൊണ്ടുപോകുന്ന വീഡിയോയും കാണിക്കും. ഇത് ചെയ്ത് കഴിയുമ്പോൾ അതും കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയെടുക്കണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇച്ചിരി കടുവൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. കടുവ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കണം, എല്ലാം കാണിക്കാം. ഇനിയിപ്പോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇച്ചിരി നമ്മുടെ സാധാരണ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ കറിയല്ല കേട്ടോ, ചിക്കൻ ഒരു വഴറ്റി വെക്കുന്നതാണ്. അതൊരു ചെറിയ ഗ്രേവി, ബിരിയാണിയല്ല. അപ്പൊ ഒരുപാട് ഗ്രേവി വേണ്ടല്ലോ. നമ്മൾ ചിക്കനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി അടപ്പേ കയറ്റി അരി ഉള്ളത് അരി അടപ്പത്തിലാകുന്ന കൊണ്ട് വെള്ളം തിളപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ ഓരോന്നോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചത് കൊണ്ട് കൊടുക്കുന്നതല്ല. ഓക്കെ, അല്ല നമുക്കൊരു ആഗ്രഹം തോന്നിയോ അത് ചെയ്യുവോ. നാളെ കാര്യം നാളെ. അപ്പൊ നമ്മളെ ബിരിയാണി ഒന്ന് ദമ്മിട്ട് വെക്കാൻ പോവുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മിട്ട് വെച്ചിട്ട് നമുക്ക് എന്റെ ഇത് ചെയ്യാം. ഞാൻ ദമ്മിടാനുള്ള പരിപാടി. ഓക്കെ, ബിരിയാണി ഒന്ന് ദമ്മിട്ട് വെച്ചാലേ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മള് ബിരിയാണിയുടെ ദമ്മൊക്കെ എടുത്തു. നമ്മൾ ബാക്ക് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുവാണ്. ഇപ്പൊ 1:15 സമയം ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഒരുപാട് നേരത്തേക്കൊന്നും ഇല്ല. നമുക്കിത് ഒരുപാട് നേരത്തേക്ക് വീഡിയോ വേണമെന്നും ഇതുമില്ല. കാര്യം നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്.
അച്ചാർ സലാഡും വെക്കുവാണ്. എൻ്റെ കൂടെ തന്നെ വെക്കുക. എന്നിട്ട് ഈ സാധനം നമ്മൾ പൊതിയുക. ഇത്രയുള്ള പരിപാടി. ഓക്കെ. ഇതുപോലെ 10 പൊതി. അങ്ങനെ ഞങ്ങൾ പൊതിയും കൊണ്ട് പോവാണ് സുഹൃത്തുക്കളെ. നമ്മൾ ടൈമായി 9:30 എത്രയും പെട്ടെന്ന് പോയി ആൾക്കാർക്ക് പൊതി കൊടുക്കാനുള്ള ഇത് ചെയ്യട്ടെ. ഓക്കെ. ഞങ്ങള് ഫുഡ് പത്തനാപുരത്തോട്ട് കൊണ്ടുപോവാ. പത്തനാപുരത്ത് മുന്നൂർ പത്തനാപുരത്തോട്ട് നമുക്ക് നോക്കാം, ഏതെങ്കിലും പാവങ്ങളൊക്കെ ഉള്ളവർക്ക് കൊടുക്കാം. പിന്നെ പത്തനാപുരത്തോട്ട് പോവുക. പിന്നെ നമ്മുടെ ഫുഡ് പുറകിൽ ഇരിപ്പുണ്ട്, നമ്മൾ പാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് ഒരു വെള്ളവും കൂടെ വാങ്ങിക്കണം. അപ്പം ചോറ് ഇത് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മളൊരു വെള്ളം കൂടെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് കഴിക്കുമ്പോൾ വെള്ളമൊക്കെ വേണ്ടേ. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ ചെന്നിട്ട് കൊടുക്കുന്ന കാണിക്കും. ചോദിക്കണ്ട, ഞങ്ങൾ ബിരിയാണി കഴിക്കുമല്ലോ. പോട്ടെ, മിനറൽ വാട്ടറാ, പൊട്ടിച്ചിട്ടില്ല. ഓ ശരി ശരി. അപ്പോൾ ഓക്കെ, നമ്മൾ പൊതിയെല്ലാം കൊടുത്തു കഴിഞ്ഞു. നമ്മളിപ്പോൾ മരുതിമൂട്ട് ഭാഗത്തൊക്കെ വന്നു, എല്ലായിടും പൊതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പം നമ്മളിനി നേരെ കിങ് ഫ്രൈഡ് അതുവഴി പട്ടാഴിയിൽ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകും. ഇനി വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാം. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും കൂടുതലായിട്ട് ഷെയർ ചെയ്യണം എല്ലാവരും. എന്നുവെച്ചാൽ ഇത് ഒരുപാട് പേരുകളിലോട്ട് പോകണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. ശരി, ഓക്കെ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ.